എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മുന്തിരി നല്ല അടിപൊളി ഒരു മുന്തിരി വൈൻ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്ന ആക്കണമെന്ന്. അപ്പം വിചാരിച്ചു എന്നാൽ അത് വീഡിയോ പിടിച്ചിടാം. അപ്പോൾ ഇതാ 1/2 കിലോ മുന്തിരി നല്ല വൃത്തി കഴുകി ഉപ്പും വിനാഗിരിയെല്ലാം ഇട്ട് കഴുകി റെഡിയാക്കി എടുത്തതാണ്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 കിലോ മുന്തിരിക്ക് ഒരു 400 ഗ്രാം പോലെ പഞ്ചസാര ഇതിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടുന്നത് ഒരു 3/4 കപ്പ് വെള്ളം. അതായത് ഇതിൽ മൂടാന്നുള്ളത് 1 ലിറ്റർ വേണ്ട, ഒരു 3/4 ലിറ്റർ വെള്ളം ഇതിൽ മൂടി കിടക്കണം. നല്ല ഇതിൽ തന്നെ മൂടിയിട്ട് പിന്നെ അതിലേക്ക് ഞാനിടുന്നത് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം. 3 എണ്ണം. അധികം മസാല ആയാൽ നമുക്ക് ഒരു കുത്തൽ വരില്ലേ വൈനിന്. പിന്നെ ഇതാ 2 ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ടു. ഒരു 3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുക്കറിൽ അടച്ചിട്ട് അടുപ്പത്ത് വെക്കാം. അടപ്പിടുന്നതിന് മുമ്പായിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്താ വെച്ചാൽ ഈ പഞ്ചസാര അടി പിടിക്കേണ്ട വെച്ചിട്ടാണ്. കുറച്ചൊരു ഇതായിക്കൊണ്ട് കുറച്ച് സമയം നന്നായി ഇളക്കി കൊടുക്കാം. ഉണ്ടോ? ഒരുവിധം നന്നായി ഇളക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഗ്യാസ് കത്തിച്ചിട്ട് കുക്കറിൻ്റെ അടപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് 1 വിസിൽ വന്നാൽ മതി. അപ്പം തന്നെ ഓഫാക്കണം. ഒറ്റ വിസിൽ വന്നാൽ മതി. മുന്തിരി വാങ്ങിയിട്ട് നമ്മൾ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കണം. അതിന് ശേഷം നമുക്കിതിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതാ ഒരു 3/4 ടീസ്പൂൺ പോലെ ഈസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. നോക്കിയിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തണുത്തതിന് ശേഷം ഇടാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് നല്ലപോലെ ഇളക്കി ആ മുന്തിരിയെല്ലാം കൂടുതലിങ്ങനെ ഉടഞ്ഞു വരണ്ട, എന്നാലും കുറച്ചേരം ഇളക്കി അതിൻ്റെ ആ പൾപ്പെല്ലാം അതിനകത്തോട്ടൊന്ന് യോജിക്കുന്ന പോലെ. 3/4 ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ടിന്. അപ്പോൾ ലേശം കൂടി ഇടാം. ഇത് നല്ലപോലെ പൊന്തി വരണ്ടേ. അപ്പോൾ നമുക്കത് നല്ലപോലെ ഇളക്കി വെക്കണം. അതിനകത്ത് എന്തോ ഒരു ഈസ്റ്റ് ഇട്ടതിന് ശേഷം ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താ കുക്കർ ഉണ്ടെങ്കിൽ മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് 3 ദിവസം കൊണ്ട് വൈൻ ഉണ്ടാക്കാം. ഈ ക്രിസ്മസും ഒക്കെ വരുമ്പം നമുക്ക് വൈൻ കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മളാവശ്യത്തിന് ഇതിപ്പം വീട്ടിൽ ഉണ്ടാക്കുന്നതിനാൽ നമ്മളാവശ്യത്തിന് ഞാനിത് വേറെ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതായത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ദിവസം 3 ദിവസം ഉണ്ടല്ല 3 ദിവസം ഇങ്ങനെ തന്നെ അടച്ചിട്ട് ശരിക്കും അടക്കുക. എന്നിട്ട് 3 ദിവസം നാളെയും 2ാമത്തെ ദിവസവും 1ാമത്തെ ദിവസമെല്ലാം തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം പിന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏതായാലും 3 ദിവസത്തേക്ക് നമുക്കിത് അടച്ച് വെക്കാം. നമുക്കിന്ന് 2ാമത്തെ ദിവസം നമ്മളെ മുന്തിരി ജ്യൂസൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ? നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലോണം ഇളക്കി ഒന്ന് കൊടുക്കാം. ഇപ്പം നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല വൈൻ്റെ മണം. നമ്മളെ മുന്തിരി വൈൻ്റെ 2ാമത്തെ ദിവസം പാത്രം തുറന്ന് നോക്കിയിട്ട് ഇളക്കി വെക്കാൻ വേണ്ടിയാണ്. നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട്. എന്താ ഒരുവിധം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഏതായാലും 1 ദിവസം കൂടി അടച്ചു വെക്കാം. നല്ലപോലെ ഒന്നും കൂടി ഇളക്കിയിട്ട് ഇതേപോലെ തന്നെ അടച്ച് വെക്കാം. അപ്പം നാളെ എടുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഉണ്ടോ? ഈ തവി ഞാൻ വേറെ ഒന്നിനും എടുക്കാതെ ഉണങ്ങി നല്ല ഒട്ടും വെള്ളപ്പറ്റൊന്നും വരാതെ ഇതാക്കി വെച്ചതാണ്. ഇനിയിപ്പം ഞാൻ ഈ തവി ഒന്ന് ശരിക്കും തുടച്ച്
മൂടി വെക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഇത് അല്ലെങ്കിൽ നാളത്തേക്ക് കഴുകി നല്ല ഉണക്കിയെടുത്ത് വെക്കണം. അപ്പോൾ ഇത് നമുക്കിനി നാളെ തുറന്ന് റെഡിയാക്കാം. നമ്മളെ വീഞ്ഞിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3-ാമത്തെ ദിവസം ഞാൻ എടുത്തു. അപ്പോൾ നല്ല കളറെല്ലാം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ഉടച്ചിട്ട് ഇതിൽ അരിച്ചെടുക്കണം. നല്ല ഉണ്ടാവും. നമുക്കിതിൽ ആദ്യം ഒരു അരിപ്പയിൽ വെച്ചിട്ട് അരിക്കുക. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം അമർത്തി പിന്നെ ഇത് ചെയ്യണ്ട. കാരണം ഇതിൻ്റെ എല്ലാം മട്ട് അധികം അതിലേക്ക് വീഴണ്ട. നമുക്കിതിൻ്റെ ഇത് മാത്രം അരിച്ചെടുക്കാം. അമർത്തിയിട്ട് ഞെക്കിയാക്കിയിട്ട് ഇത് തുണിയിലിട്ട് പിഴിഞ്ഞാൽ കുറച്ചും കൂടി ഉണ്ടാവും. പക്ഷെ അധികം അതിൻ്റെ ആ ഇത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നല്ല ഇതാക്കി അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഇതിലായിട്ട് നല്ല മുന്തിരി വൈനിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നോക്കാം. 1/2 കിലോ മുന്തിരി അടിപൊളി മുന്തിരി വൈനിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ നിറച്ചൊഴിച്ച് ഇതെന്താ വേണ്ടതെന്ന് വെച്ചാൽ നല്ല കുപ്പിയിൽ, വെള്ളമൊന്നും ഇല്ലാത്ത കുപ്പിയിൽ ഒഴിച്ചിട്ട് അടച്ചു വെക്കണം. എന്താ വെച്ചാൽ ഇത് അടച്ചു നമ്മൾ അധികം മുറുക്കി അടക്കണമെങ്കിൽ നല്ല കുപ്പി വേണം. സ്പ്രൈറ്റിൻ്റെ അങ്ങനത്തെ എല്ലാം വെള്ളപ്പറ്റില്ലാത്ത കുപ്പിയിൽ അടിച്ചിട്ട് ഒഴിച്ചിട്ട് അടച്ചു വെക്കണം. അപ്പോൾ ഇത്രയൊന്നും എനിക്ക് വേണ്ട, കുറച്ച് ഞാൻ കുടിച്ച് നോക്കട്ടെ. നല്ല മധുരമുണ്ട്, നല്ല അടിപൊളി വൈനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല തരിപ്പുണ്ട് കേട്ടോ. കുറച്ച് നല്ല ഒരു ഗ്രാമ്പൂൻ്റെയും കറുവപ്പട്ടേൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മൾ ആവശ്യത്തിനുള്ള വൈൻ നമുക്ക് തന്നെ അങ്ങനെ ഉണ്ടാക്കാം. അപ്പം ഈ 3 ദിവസം കൊണ്ട് നമുക്ക് നല്ല വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.